ഡു മൈ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടുഡേ സ്പെഷ്യൽ നമ്മൾ രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്, പക്ഷേ അതിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ടുഡേ സ്പെഷ്യലിൻ്റെ പ്രത്യേകത ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും സ്പെഷ്യലായിട്ടൊരു നോട്ട്ബുക്ക് എടുത്ത് ടുഡേ സ്പെഷ്യലിന് വേണ്ടി ഉപയോഗിക്കണം. നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അതുവഴി കിട്ടുന്നത്. അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുകയുള്ളൂ, അത് പോസ് ചെയ്ത് എഴുതിയെടുത്തിട്ട് വേണം സൊല്യൂഷൻ പാർട്ട് കാണാനായിട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. In a family of 5 members, the average age at present is 33 years. The youngest member is 9 years old. The average age of the family just before the birth of the youngest member was. ഇതാണ് അറിയേണ്ടത്. ഓപ്ഷൻസ്: 1 30 years, 2 29 years, 3 25 years, 4 24 years. ഇത് SSC ഗ്രാജുവേറ്റ് ലെവൽ ടയർ 1 എക്സാം 2013 ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം മാത്രം സൊല്യൂഷൻ കാണുക, അല്ലെങ്കിൽ അത് പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ടാണ് സീരിയസ് ക്യാൻഡിഡേറ്റ്സ് എല്ലാം ഇത് എഴുതിയെടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സൊല്യൂഷനിലേക്ക് കിടക്കാം. പിന്നെ ഫാമിലി ഓഫ് 5 members, ദി ആവറേജ് ഏജ് അറ്റ് പ്രസൻറ്റ് ഈസ് 33 years. ഈ ആവറേജിലൊരു കാര്യം പഠിക്കണം. ആവറേജ് ഇപ്പോഴത്തെ ആവറേജ് ഉണ്ടെങ്കിൽ 1 വർഷം മുമ്പത്തെ ആവറേജ് കിട്ടാൻ സമ്മിലോട്ടൊന്നും നമ്മൾ പോകണ്ട, ഒന്നും കുറച്ച് വെച്ചാൽ മതി. ആളിൻ്റെ എണ്ണം വ്യത്യാസം ഇല്ലെങ്കിൽ 2 വർഷം മുമ്പിലത്തെ ആവറേജ് കിട്ടാൻ 2 കുറച്ച് വെച്ചാൽ മതി. ആളിൻ്റെ എണ്ണം നിങ്ങൾ എഴുതി ചെയ്ത് നോക്കിയാൽ മതി, ശരിയാണെന്ന് മനസ്സിലാവും. അപ്പം ഇപ്പോഴത്തെ 5 പേരുടെ ആവറേജ് 33 ആണ്. 5 പേരുടെ ഇപ്പോഴത്തെ ആവറേജ് 33 ആണ്. ഇപ്പോഴത്തെ ആവറേജ് 33 ആണെങ്കിൽ ഇനി പറയുന്നത് എന്താ? ദി യങ്ങസ്റ്റ് മെമ്പർ ഈസ് 9 years old. അതവിടെ നിൽക്കട്ടെ. അറിയേണ്ടത് ദി ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി ജസ്റ്റ് ബിഫോർ ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പറാണ്. ജസ്റ്റ് ബിഫോർ ദി ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ, അത് 9 years മുമ്പാണ്. അപ്പോൾ 9 years മുമ്പ് ഇവിടെ ആവറേജ് 24 ആയിരുന്നേനെ. 5 പേര് ഉണ്ടായിരുന്നെങ്കിൽ, 5 പേരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആവറേജ് 24 ആയിരുന്നേനെ. അപ്പം സം എത്ര? സം 120 ആണ്. കാര്യം നമുക്ക് അറിയാം. പക്ഷേ നമുക്ക് വേണ്ടത് ദി ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി ജസ്റ്റ് ബിഫോർ ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ. അത് 9 years മുമ്പാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ 33 ആണെങ്കിൽ 9 years മുമ്പ് 24 ആയിരിക്കും വെച്ചിട്ടാണ്. 5 പേരും ഉണ്ടെങ്കിൽ സം 120 ആയിരിക്കും, ഉറപ്പാണ്. പക്ഷേ ജസ്റ്റ് ബിഫോർ ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പറാണ് നമുക്കറിയേണ്ടതുള്ളതുകൊണ്ട് അപ്പോൾ 5 പേര് അവിടെ ഇല്ല, ഈ കുട്ടി അവിടെ ഇല്ല, 4 പേരേ ഉള്ളൂ. ആൻസർ 120 ഡിവൈഡഡ് ബൈ സമ്മിന് വ്യത്യാസം 120 തന്നെ ആയിരിക്കും. പക്ഷേ 5 പേരില്ല, 4 പേരേ ഉള്ളൂ. ആൻസർ 30 ആയിരിക്കും. ഇത് ഈ മെത്തേഡ് ഇങ്ങനെ തന്നെ പഠിക്കുക. നമുക്കൊരു ഏതെങ്കിലും കാലത്തെ ആവറേജ് അറിയാം, അതുമായിട്ട് എത്ര വർഷം വ്യത്യാസം, എത്ര വർഷം മുൻപത്തെ ആവറേജ് വേണമെങ്കിൽ അത്രയും വർഷം കുറച്ച് വെച്ചാൽ മതി. എത്രയെങ്കിലും വർഷം ശേഷത്തെ ആവറേജ് അറിയണമെങ്കിൽ അത്രയും വർഷം അങ്ങ് കൂട്ടിയാൽ മതി, നമ്പർ ഓഫ് മെമ്പേഴ്സ് വ്യത്യാസം ഇല്ലെങ്കിൽ. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി സമ്മിലേക്ക് മാറേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ചെയ്യാം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അടുത്ത ക്വസ്റ്റ്യനിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങ് വായിക്കാം ആദ്യം. അത് നിങ്ങൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ കാണിക്കുമ്പോൾ അത് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി ഓഫ് 5 members ഈസ് 24. ദി ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി ഓഫ് 5 members ഈസ് 24. If the present age of the youngest member is 8 years, then what was the average age of the family at the time of the birth of the youngest member? Options ഇതാണ്: 1 20 years, 2 16 years, 3 12 years, 4 18 years, 5 21 years. ഇത് IBPS ഒക്കെ വരുന്നതിന് മുമ്പ് കോർപ്പറേഷൻ ബാങ്ക് PO എക്സാം 2009 ക്വസ്റ്റ്യനാണ്. ഈ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനായിട്ട് എടുത്തത്. ഇനി സൊല്യൂഷനിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ? ദി ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി ഓഫ് 5 members ഈസ് എന്ന് വെച്ചാൽ അറ്റ് പ്രസൻറ്റ് എന്നാണ്. 5 members ആവറേജ് 24 ആണ് ഇപ്പം. ഇഫ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദി യങ്ങസ്റ്റ് മെമ്പർ ഈസ് 8 years, യങ്ങസ്റ്റ് മെമ്പറുടേത്
ഏജ് 8 ഇയേഴ്സാണ്. വാട്ട് വാസ് ദി ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ വെച്ചാൽ 8 വർഷം മുമ്പാണ്. അപ്പോൾ 8 വർഷം മുമ്പ് ആവറേജ് നേരത്തെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 16 ആയിരിക്കും. 5 പേരും അവിടെ ഉണ്ടെങ്കിൽ. ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കണം. എന്താ ക്വസ്റ്റ്യൻ? ദി ആവറേജ് ഏജ് ദ ഫാമിലി അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ദി യങ്ങസ്റ്റ്. അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ. ഈ യങ്ങസ്റ്റ് മെമ്പർ അവിടെ ഉണ്ട്. അപ്പോൾ ആളിൻ്റെ എണ്ണം 5 തന്നെയാണ്. ആൻസർ 16 ആയിരിക്കും. വേറെ ഒന്നും നോക്കണ്ട. എങ്ങനെയാണ് അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ ആളവിടെ ഉണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരാൾ 11 മണി കഴിഞ്ഞ് 37 മിനിറ്റ് കഴിഞ്ഞ് 10 സെക്കൻഡിൽ ജനിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ക്വസ്റ്റ്യനിൽ പറയുന്ന അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് 11:37:10 11 മണി കഴിഞ്ഞ് 37 മിനിറ്റ് കഴിഞ്ഞ് 10 സെക്കൻഡിൽ ആവറേജ് എത്ര എന്നാണ് ചോദ്യം. ഈ പറഞ്ഞ സമയത്ത് ഫാമിലിയിൽ 5 പേര് തന്നെ ഉണ്ട്, വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആവറേജ് അറിയാം 24. ആളിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമില്ല, 2 സ്ഥലത്ത് ഇത് തന്നെയാണ്. അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് മെമ്പർ. കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞത് ജസ്റ്റ് ബിഫോർ ദ ബർത്ത് ഓഫ് ദി യങ്ങസ്റ്റ് മെമ്പർ എന്നാണ്. ഈ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് 2 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് ചെയ്തത്. അത് കാര്യമായി മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 2 സെക്കൻഡ് മതി. എന്താ 8 ആണ് യങ്ങസ്റ്റ് മെമ്പറുടെ ഏജ്. ആ 8 ഈ 24 ഒന്നും കുറച്ച് വേറൊന്നും വേണ്ട. അറ്റ് ദ ടൈം ഓഫ് ദി ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ. നേരെ മറിച്ച് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ബിഫോർ ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ എന്നായിരുന്നെങ്കിൽ 5 പേരുണ്ടായിരുന്നെങ്കിൽ 16 ആവറേജ് ആയതിന്. അപ്പം 80. അപ്പം ജസ്റ്റ് ബിഫോർ എന്നായിരുന്നു ജസ്റ്റ് ബിഫോർ ദ ബർത്ത് ദി യങ്ങസ്റ്റ് മെമ്പർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 5 അല്ല 4 ആയിട്ട് മാറും. അപ്പം സമയം തന്നെ ആയിരിക്കും, മെമ്പേഴ്സ് 4 ആവും. അങ്ങനെ ആയിരുന്നെങ്കിൽ ആൻസർ 20 ആയിരുന്നേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ആൻസർ 20 ആയേനെ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ 2 ക്വസ്റ്റ്യൻസ് ഇട്ടത്. അത് നിങ്ങൾ വൃത്തിയായി പഠിക്കുക. ഞാൻ പറഞ്ഞു ഈ ടുഡേ സ്പെഷ്യൽ സീരീസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. എനിക്ക് ഒട്ടും ടൈമില്ലാതെ ഇരിക്കുന്ന ഒരു സീസണാണ് ഇത്. അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ വിടുന്നത്. എനിക്കിതൊന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നുമുള്ള ടൈമില്ല. ഇവിടെ ക്ലാസ്സിൽ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അതുപോലെ നിങ്ങളെ ചെയ്ത് കാണിക്കൽ മാത്രമാണ്. ക്വസ്റ്റ്യൻസ് വായിക്കും, അത് നിങ്ങൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ഈ സൊല്യൂഷൻ ഇത് കണ്ടുപിടിക്കുക. ഈ സെയിം മെത്തേഡിൽ മാത്രം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയും എടുക്കുക. ഇത്രയും പോലും വേണ്ട, മനസ്സിൽ ചെയ്യാമെങ്കിൽ മനസ്സിൽ ചെയ്യുക, അതാണ് വേണ്ടത്. എന്നിട്ട് ആ മെത്തേഡ്സ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ ഐഡിയ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് കുറച്ച് കാലം കൊണ്ട് ഉണ്ടാവാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂ. ഇന്നത്തെ കാലത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസാണ്. സ്റ്റോക്ക് ഷോർട്ട് കട്ട് ഫോമുല കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ആ ഓരോ കാൻഡിഡേറ്റിൻ്റെയും തലയിൽ എന്തുണ്ട് അത് മാത്രം വെച്ച് ഇനിയത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ഈ സ്റ്റൈലിലേക്ക് വന്ന് ചെയ്യുക. എനിക്ക് നമ്പേഴ്സ് നല്ല പരിചയം വേണം. എങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുക. ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻസ്, പ്രോഡക്റ്റ്, സം ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വഷ്യൻ്റ്, ഇതെല്ലാം വേഗം വേഗം വന്നാലേ ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാവും. അതിന് എക്സസൈസ് എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടുപഠിച്ച് ഡെയിലി എക്സസൈസ് എഴുതണം, എന്നാലേ പറ്റും. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്.